ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അന്ധകാരത്തെ മുഴുവനും നീക്കിക്കളയട്ടെ. മാമോദീസ വ്രതങ്ങളുടെ നവീകരണമാണ്. കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുക. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദിസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസസത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസസത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അവിടുത്തെ ഏകപുത്രനിൽ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദിസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവരുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദിസയില് ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാല് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ ഇന്നും നിങ്ങളിൽ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുവിൻ. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്നേഹനാഥനായ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന കുട്ടികളുടെ മാതാപിതാക്കന്മാർ ഏറ്റുചൊല്ലുന്നു. മാതാപിതാക്കളിൽ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, മറ്റുള്ളവർ ഏറ്റുചൊല്ലുന്നു. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്തം വഹിക്കാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയുമായി തീരുവാൻ ഇവരെ അങ്ങ് സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അങ്ങ് അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ നിന്ന് തെറ്റിപ്പോകാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഷോൺ സ്റ്റീവിൻ്റെ ആഘോഷമായ ഈശോയെ സ്വീകരിക്കുന്ന അവരെ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു, ഇവരുടെ ഈശോയുടേതായിട്ട് സ്വന്തമായിട്ട് തീരുന്നു. ഈ മനോഹരമായ സ്വർഗീയമായ ഈ അവസരത്തിൽ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നും ഈശോയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനും അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ വികാരിയായിരുന്ന സമയത്ത് മാമോദിസ മുക്കുവാനായിട്ട് അവസരം കിട്ടി. ഇപ്പോൾ ഇന്ന് അവരുടെ അതികുർബാനയ്ക്ക് പങ്കുചേരുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടിയും
ഇവരുടെ മാതാപിതാക്കളെയും ഇവരുടെ സഹോദരങ്ങളെയും എല്ലാം നമുക്ക് അനുസ്മരിക്കാം. നമുക്കറിയാം, ഈശോയെ സ്വീകരിക്കുന്നവർ എന്നേക്കും ജീവിക്കും. കാരണം എന്നെ ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും എന്ന ഈശോയുടെ വചനം നമുക്ക് ഇന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഈ വിശുദ്ധരെ അർപ്പിക്കുമ്പോൾ നമുക്ക് പരിശോധന ചെയ്യാം.